മാസപ്പടി കേസിലെ SFIO റിപ്പോർട്ടിൽ CMRLന്റെ സംഭാവന കണക്കുകളും വൻ തുകകൾ സംഭാവനയായി കൈപ്പറ്റിയ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സംഘടനകൾ, ഗ്രൂപ്പുകൾ, ഇവരുടെ പശ്ചാത്തലം എന്നിവ SFIO ശേഖരിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടെന്നാണ് സൂചന. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് CMRL പണം നൽകിയോ എന്ന സംശയമുണ്ടെന്ന് അന്വേഷണ സംഘം ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, നമുക്കറിയാം SFIO അന്വേഷണം നീളുമ്പോൾ CMRLന് ചില കണക്കുകൾ ഉണ്ടായിരുന്നു. പ്രമുഖ വ്യക്തികൾ എന്നതിലുപരി വലിയ സംഭാവനകൾ കൈപ്പറ്റിയ മറ്റ് വ്യക്തികളും സ്ഥാപനങ്ങളും ഉണ്ട്. ഈ തുക എങ്ങനെ ചിലവഴിച്ചു, ഈ സംഭാവന എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നൊക്കെ ഉള്ളതും ഇപ്പോൾ SFIOയുടെ നിരീക്ഷണത്തിൽ തന്നെയാണോ വിവരങ്ങൾ? രോഹിണി, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം അന്വേഷണത്തിലേക്ക് കടന്നത് ആദായ നികുതി വകുപ്പായിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിന്റെ ചുവട് പിടിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROCയുടെ അന്വേഷണം നടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് SFIOയുടെ അന്വേഷണം തുടങ്ങുന്നതും. ഏറ്റവും പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ കൂടി SFIOയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളൂ. കാരണം സാധാരണ നിലയിൽ ഈ കോർപ്പറേറ്റുകാരെ അഴിമതികൾ കൈകാര്യം ചെയ്യുന്നതിലും അത്തരം അഴിമതികളുടെ ആഴത്തിലുള്ള തട്ടിപ്പുകൾ പോലും കണ്ടെത്തുന്നതിനും മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ഏത് അതിസൂക്ഷ്മമായ ക്രമക്കേടുകളും പുറത്തു കൊണ്ടുവരാനും എല്ലാം തന്നെ കഴിയുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നത്. അവരുടെ വിശദമായ അന്വേഷണത്തിലാണ് ഈ സംഭാവന ഇനത്തിൽ വലിയ തുകകൾ കൈമാറിയിട്ടുണ്ട്. ആ സംഭാവന വാങ്ങിയതിൽ CMRL നിന്ന് ലക്ഷങ്ങൾ മുതൽ ആയിരങ്ങളും പതിനായിരങ്ങളും മുതൽ ലക്ഷക്കണക്കിന് രൂപകൾ വരെ വാങ്ങിയ നിരവധി രാഷ്ട്രീയ സംഘടനകളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, അനുബന്ധ സംഘടനകളുണ്ട്, വിവിധ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു പ്രധാനമായും SFIക്ക് ചില ദുരൂഹതകൾ വന്നത്. അതായത് ഭീകരവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് പണം കൈമാറിയിട്ടുണ്ട് CMRL എന്ന് തങ്ങൾ സംശയിക്കുന്നു. അതിലേക്ക് കൂടി വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭാവന ഇനത്തിൽ നൽകിയിരിക്കുന്ന പണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് അവർ ആഴത്തിലുള്ള ഒരു പരിശോധനകൾ തന്നെ നടത്തിയിരുന്നു. അങ്ങനെയാണ് ദുരൂഹമായ ചില സംഘടനകൾക്ക് കൂടി പണം നൽകി എന്ന സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നതും അത് കേന്ദ്രീകരിച്ച് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ, കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഈ സംഭാവന ഇനത്തിലുള്ള കണക്കുകൾ ഉള്ളത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വലിയ തുകകൾ തന്നെയാണ് CMRL ഇത്തരത്തിൽ സംഭാവന ഇനത്തിൽ നൽകിയിട്ടുള്ളത്. ചെറിയ തുകകൾ നൽകുന്ന ഒരു സ്ഥാപനമല്ല, മറിച്ച് രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കുമ്പോഴെല്ലാം വലിയ തുകകൾ സംഭാവനയായി കാലങ്ങളായി നൽകിപ്പോരുന്ന ഒരു കമ്പനിയാണ് CMRL. അത് കരിമണൽ ധാതു ഖനന മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കൃത്യമായി അതിനെതിരായ പ്രതിഷേധങ്ങളെ ഒതുക്കുന്നതിന് വേണ്ടി, ഒപ്പം തന്നെ അതിനെതിരായ രാഷ്ട്രീയ നേതാക്കളെ നീക്കങ്ങൾ ചെറുക്കുന്നതിനും അവരെ തങ്ങൾക്ക് ഒപ്പം നിർത്തുന്നതിനും എല്ലാം തന്നെയാണ് ഇത്തരത്തിൽ പണം നൽകിയിരിക്കുന്നത്. അങ്ങനെ ഏതെല്ലാം നേതാക്കളാണ് പണം വാങ്ങിയിരിക്കുന്നത്, ഏതെല്ലാം സംഘടനകളാണ് പണം വാങ്ങിയിരിക്കുന്നത്, മറ്റ് അനുബന്ധ സംഘടനകൾ ഏതാണ്, വിവിധ ഗ്രൂപ്പുകൾ, അതായത് ഈ രാഷ്ട്രീയ സംഘടനകൾക്കപ്പുറം വിവിധ ഗ്രൂപ്പുകൾ തന്നെ അവിടെ പണം നൽകിയിട്ടുണ്ട്. അങ്ങനെയെല്ലാമാണ് ഈ 135 കോടി രൂപയുടെ ഇടപാടുകൾ കണക്കിൽ കാണിക്കാത്ത ആദായ നികുതി വകുപ്പുകൾ, ആദായ നികുതിയുടെ കണക്കുകളിലൊന്നും ഒരു ഘട്ടത്തിലും CMRL കാണിക്കാതിരുന്ന 135 കോടി രൂപ മാറിയിരിക്കുന്നത് ഈ സംഭാവന ഇനത്തിലാണ് എന്നതിന്റെ വിവരങ്ങൾ തന്നെയാണ് SFIOയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. നേരത്തെ ROCയുടെ അന്വേഷണത്തിൽ അതിൽ 109 കോടിയോളം രൂപയുടെ കൃത്യമായ ഒരു ക്രമക്കേട് നടന്നതായി അവർ വിലയിരുത്തിയിരുന്നു, കണ്ടെത്തിയിരുന്നു. അതിനും മുമ്പ് ആദായ നികുതി വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും സമാനമായ ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൻ്റെതായി പുറത്തു വന്ന വിവരങ്ങളായിരുന്നു ഈ ഒരു ക്രമക്കേടിന്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ആദ്യ വിവരങ്ങൾ പുറത്തുവിട്ടത്. തുടർന്നാണ് സമഗ്രമായ മറ്റ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അവിടെയാണ് SFIയുടെ പുതിയ കണ്ടെത്തലുകൾ ഏറ്റവും സുപ്രധാനമായി മാറുകയും ചെയ്യുന്നത്. ശരി ജിജീഷ്, എന്തായാലും SFIOയുടെ റിപ്പോർട്ടിൽ കൃത്യമായി CMRL എന്തൊക്കെ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്, ആർക്കൊക്കെയാണ് എന്നുള്ളതിൻ്റെ ലിസ്റ്റും ശേഖരിച്ചിട്ടുണ്ട്. അതിന്മേൽ തുടർ നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ അത് കൃത്യമായി തന്നെ നിരീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കാരണം കണക്കിൽപ്പെടാത്ത ഈ സംഭാവനകൾ എന്തിനാണ് ചിലവഴിച്ചത് എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ജിജീഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.